അതുകൊണ്ട് എബിയിലേക്ക് പോവുകയാണ്. എബി അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. കാരണം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആകാശ് തില്ലങ്കേരി ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു, എന്തും പറയുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. താൻ കൊലപാതകം നടത്തിയെന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ കേസ് എടുക്കണം എന്ന് വരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. പക്ഷേ അത്തരത്തിലൊരു പരാമർശവും നടത്താൻ P ജയരാജൻ തയ്യാറായില്ല. ആകാശല്ല പാർട്ടിയുടെ മുഖം എന്ന നിലയിൽ ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ബുദ്ധിപരമായി അങ്ങനെ വഴുതി മാറി ഒരു സദസ്സിനെ ആവേശം കൊള്ളിക്കുന്ന ഒരു വൈകാരിക പ്രസംഗം നടത്തി PJ എന്ന് പ്രതിപക്ഷം വിമർശിച്ചാൽ, അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾ വിമർശിച്ചാൽ അവരെ തെറ്റു പറയാനാകുമോ എന്നതാണ്. തീർച്ചയായും അത്തരത്തിലൊരു വൈകാരികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെ, രാഷ്ട്രീയ വിശദീകരണ പ്രസംഗം തന്നെയായിരുന്നു P ജയരാജന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കൃത്യമായ രീതിയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം MV ജയരാജൻ പറഞ്ഞ രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ കടുത്ത ഭാഷയിൽ ഉണ്ടായിട്ടില്ല. ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ശ്രീ നിലവിലെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിട്ടുള്ള ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ചുമതലയെടുക്കുന്ന സമയത്ത് അദ്ദേഹം പങ്കെടുത്ത ഒരു യോഗത്തിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശക്തമായ രീതിയിലുള്ള വിമർശന രൂപേണ ചില കാര്യങ്ങൾ അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ആർക്കൊക്കെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ആ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ട്, അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു സ്വയം വിമർശനത്തിന്റെ ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയും അതിനുശേഷമാണ് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ രൂക്ഷമായി വരുന്നൊരു സാഹചര്യവും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നതുമായി പാർട്ടിയിലെ അംഗങ്ങളെ ഏത് രീതിയിൽ എടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ എന്തെന്ന് നിശ്ചയിക്കുന്ന തരത്തിലേക്കുള്ള നേരത്തെ പാർട്ടി ഒരു വലിയ രീതിയിൽ വലിയ പ്രോസസ്സിലൂടെ കടന്നെങ്കിൽ മാത്രമേ CPM മെമ്പർഷിപ്പ് കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴതല്ല എന്നുള്ളൊരു രീതി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴുണ്ടായിട്ടുള്ള അപജയങ്ങൾക്കും ഇപ്പോൾ പാർട്ടി മറുപടി നൽകേണ്ട സാഹചര്യങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത് ഇങ്ങനെയുള്ള ആളക്കൂട്ടൽ പരിപാടിയിലൂടെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം വായിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം MV ജയരാജൻ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇന്ന് P ജയരാജൻ പറഞ്ഞ സംഭവങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന് നടത്തുമ്പോൾ പോലും അതിനെ ഒരു വൈകാരികമായിട്ടുള്ളൊരു പ്രസംഗത്തിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിലവിലുള്ള ആ CPM ആ ഒരു വികാരം അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് അവിടെ P ജയരാജനെ പോലെയുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു. അതിൽ അദ്ദേഹം കൃത്യമായും RSSന്റെ അക്രമങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. കോൺഗ്രസ് എന്തുകൊണ്ട് ചില കാര്യങ്ങളിൽ മാത്രം മൗനം പാലിക്കുന്നു, മാധ്യമങ്ങൾ ഈ വാർത്തകൾ കൊടുക്കുന്ന ഈ രീതിയിലാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കുറ്റം പറയുന്നു. ആ രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ശരിക്കും ഒരു ആവേശ പ്രസംഗം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒപ്പം തന്നെ കോൺഗ്രസിനും RSSനും ഉള്ള ഒരു വിമർശന പ്രസംഗം, അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണം എന്നതിന് ആ ഒരു നിലയിലേക്ക് ഏതൊക്കെ കാര്യത്തിൽ അദ്ദേഹം വിമർശനം അല്ലെങ്കിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടി. അതെ, അത് ഏറ്റവും പ്രധാനമാണ്. സ്വാഭാവികമായും അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ ഷുഐബ് വധക്കേസുമായി ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരി അതിൽ പ്രതിസ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ ആകാശ് തില്ലങ്കേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിവാദത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ നിന്ന് തനിക്ക് നേരെ വരുന്ന ആക്ഷേപങ്ങൾ അത് ഒഴിവാക്കി വിടുന്നത്, സമർത്ഥമായി ഒഴിവാക്കി വിടുന്നത്. അതേസമയം ഡോക്ടർ അജീസ് കോൺഗ്രസിനെ സംബന്ധിച്ച്